പുതുതായി ചുമതലയേൽക്കുന്ന മേൽശാന്തിമാരെ, അയ്യപ്പന്റെയും മാളികപ്പുറത്തിന്റെയും മേൽശാന്തിമാരെ മുൻ മേൽശാന്തിമാർ കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ആഴിയിൽ തീ പകർന്നിരുന്നു. 18-ാം പടി ചവിട്ടി ഇനി അയ്യപ്പനൊപ്പമുള്ള ഒരു വർഷക്കാലമാണ്. പൂജാവിധികളിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അത് അനുഷ്ഠാനമായി കൊണ്ടു നടക്കുന്നവരുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിച്ചേരുക എന്നത്, അയ്യപ്പനെ സേവിക്കാനുള്ള അവസരം കിട്ടുക എന്നത്. അത് സാധ്യമായ ശബരിമല നിയുക്ത മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി അടക്കമുള്ളവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ശ്രീകോവിലിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. ദൃശ്യങ്ങളിലേക്ക് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല നട തുറന്നിരിക്കുകയാണ്. പുതുതായി ചുമതലയേൽക്കുന്ന മേൽശാന്തിമാരെ ആനയിച്ച് ശ്രീകോവിലേക്ക് എത്തിക്കുന്നു. 18-ാം പടി കയറി ഇരുമുടിക്കെട്ടുമായി മേൽശാന്തിമാർ ശബരിമല അയ്യൻ്റെ സന്നിധിയിലേക്ക്, അയ്യൻ്റെ തിരുമുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം പുറപ്പെടാശാന്തിമാരായി അവിടെ തുടരും, സന്നിധാനത്ത് തുടരും. ഏതൊരു ആളുടെയും വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് ശബരിമല അയ്യപ്പനെ സേവിക്കുക എന്നത്. ആ സാധ്യമായ വലിയ നിർവൃതിയിൽ, സന്തോഷത്തിലാണ് മേൽശാന്തിമാർ ഇപ്പോൾ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. ശക്തികുളങ്ങര തോട്ടത്തിൽ മഠം നാരായണീയത്തിലെ അരുൺകുമാർ നമ്പൂതിരിയാണ് ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇരുമുടിക്കെട്ടുമായി അദ്ദേഹം എത്തുന്നു. ഒപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുവരെയും സ്വീകരിച്ച് ആനയിച്ച് ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി അവർ ചുമതല ഏൽക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് ഉണ്ടാവുക. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, മേൽശാന്തിമാർ ചുമതലയേൽക്കുന്ന ആ ഒരു സമയം അത് എത്രത്തോളം നീണ്ടു നിൽക്കും? പിന്നീട് ഇന്നുള്ള ചടങ്ങുകൾ എന്താണ്? അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ അവരോധിക്കുന്ന ചടങ്ങുകൾ, കാര്യം ഇരുവരുമായി എത്തി അയ്യപ്പ ആ ദർശനം പൂർത്തിയാക്കും. അതിനുശേഷം ഇരുമുടിക്കെട്ടിലുള്ള പൂജാദ്രവ്യങ്ങളും അയ്യപ്പന് കാണിക്കയായി കൊണ്ടുവന്ന കാര്യങ്ങളുമെല്ലാം തന്നെ അവിടെ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഒരു അവരോധിക്കൽ ചടങ്ങ് ഉണ്ടാവുക. അതായത് ഒരു 20-30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. തന്ത്രി ഈ പുതിയ മേൽശാന്തിയെ ഒരു കലശം നടത്തി അതിനുശേഷം ഇവിടെ അയ്യപ്പനെ തൊഴുത് അകത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ പുതിയ മേൽശാന്തിക്ക് നിലവിലെ മേൽശാന്തി അയ്യപ്പൻ്റെ പ്രസാദം നൽകുന്നു. ശബരിമല മേൽശാന്തി PM മഹേഷും മാളികപ്പുറം മേൽശാന്തി PG മുരളിയുമാണ് ഇന്ന് മലയിറങ്ങുക. അവർക്ക് പകരക്കാരായി പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ സന്നിധാനത്ത് അയ്യപ്പന്റെ തിരുമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ സന്നിഹിതരാണ്. പതിനെട്ടാം പടി ചവിട്ടി പുതിയ മേൽശാന്തിമാർ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഉള്ളത് മാളികപ്പുറം മേൽശാന്തി നേരെ മാളികപ്പുറത്തേക്ക് പോകും. അതിനുശേഷം ആദ്യം അവരോധിക്കൽ ചടങ്ങ് നടക്കുക ഇവിടുത്തെ ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയുടേതാണ്. അത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം കലശവുമായി ഇവിടേക്ക് എത്തും. അവിടെ പൂജകൾ നടത്തി അതിനുശേഷം അവരോധിക്കൽ ചടങ്ങ് നടത്തും. തൊട്ടു പിന്നാലെ തന്ത്രിയും നിലവിലെ മേൽശാന്തിയും ചേർന്ന് അരുൺകുമാർ നമ്പൂതിരിയെ കൈപിടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് തന്ത്രി അയ്യപ്പന്റെ മൂലമന്ത്രം മേൽശാന്തിക്ക് പകർന്നു കൊടുക്കും. പിന്നീടുള്ള ചുമതലകളെല്ലാം, ഈ ക്ഷേത്രത്തിന്റെ ചുമതലകളെല്ലാം അടുത്ത നാളെ പുലർച്ചെ 3 മണി മുതൽ ക്ഷേത്രം തുറന്ന് പൂജാതി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള വരും ഒരു വർഷത്തേക്കുള്ള ചുമതല എന്ന് പറയുന്നത് ഇവിടുത്തെ നിലവിലെ ഇനി ചുമതലയേൽക്കാൻ പോകുന്ന അരുൺകുമാർ നമ്പൂതിരിക്കാണ്. നാളെ പുലർച്ചെ വൃശ്ചിക പുലരിയിൽ 3 മണിക്ക് ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ആ ഗാനം കേൾക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അരുൺകുമാർ നമ്പൂതിരി ഇപ്പോൾ
നട തുറക്കുന്നതായിരിക്കും. ഇപ്പോൾ ദർശന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ തിരക്കൊന്ന് ഒഴിഞ്ഞ ശേഷമായിരിക്കും അവരോധിക്കൽ ചടങ്ങുകൾ നടക്കുക. എന്തുതന്നെയായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ദിവിഷ്, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് പമ്പയിലെ തിരക്കിന്റെ കാര്യമാണ്. പമ്പയിൽ ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ്. 70,000 പേർ ഈ ഇന്നത്തെ നാളെ മുതൽ ഓരോ ദിവസവും 70,000 പേർ ഒരു ദർശനത്തിന് വേണ്ടി ഒരു കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ച, അല്ലെങ്കിൽ ആ വെർച്വൽ ക്യൂ പൂർത്തിയായി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അയ്യപ്പനെ ഒരു നോക്ക് കാണുക, അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവർക്കും അയ്യപ്പനെ ഒരു നോക്ക് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുറേയേറെ ആൾക്കാർ നേരത്തെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നവരാണ്. അവരൊക്കെ തന്നെ ദിവസങ്ങൾ നീണ്ട ഒരു വ്രതം ആരംഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും 41 ദിവസത്തെ വ്രതമെടുത്ത് തൻ്റെ മനസ്സിലും അല്ലെങ്കിൽ ശരീരത്തിലുമുള്ള എല്ലാ ദുർമേധസ്സുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു മികച്ച ഒരു മനുഷ്യനായി മാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു അവസരം കൂടിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി വരുന്ന ആൾക്കാരുണ്ട്. ഒട്ടേറെ മാളികപ്പുറങ്ങൾ എനിക്ക് സമീപത്തായി കാത്തു നിൽക്കുന്നുണ്ട്. അവരൊക്കെ സേവനം ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെ തന്നെ വേണ്ടി സേവനം ചെയ്യാൻ വരുന്ന ഭക്തന്മാരുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്ന് ഓരോ ഭക്തന്മാരും ഓടി പാഞ്ഞെടുക്കുകയാണ്. പമ്പയിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണമോ കാഠിന്യമോ ഒന്നും തന്നെ ഇല്ലാതെ തങ്ങളുടെ പ്രിയമൂർത്തിയായിട്ടുള്ള അയ്യപ്പ ഭഗവാനെ കാണാൻ വേണ്ടി വളരെ ഭക്തിയാദരവോടുകൂടി ശരണം വിളിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം മന്ത്രം മുഴക്കിക്കൊണ്ട് ഓരോ ഭക്തന്മാരും ഇങ്ങനെ ഓടി വരുന്ന കാഴ്ച. അവർക്ക് പമ്പയിൽ നിന്ന് ഏതാണ്ട് 4.5 കിലോമീറ്ററോളം കഠിന പാത ചവിട്ടി നഗ്നപാതരായി വരുന്ന ആൾക്കാർക്കാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആ ക്ഷീണമൊന്നുമില്ല. കാര്യം അയ്യപ്പൻ എന്നുള്ളൊരു വിശ്വാസമാണ്. ഈ കുഞ്ഞ് അയ്യപ്പന്മാർ, കന്യായ്യപ്പന്മാരൊക്കെ തന്നെയുണ്ട്. ഒരു കളിക്കൂട്ടുകാരൻ്റെ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന സന്തോഷത്തോടു കൂടി ആ മുഖത്തോടു കൂടി വരുന്ന കന്യായ്യപ്പന്മാർ, മാളികപ്പുറങ്ങൾ, അവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും. ഇപ്പോൾ 18 പടി കടത്തി ഓരോ ഭക്തന്മാരെയും ശരി, കണ്ണനാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.